ഇതിന് സമാപനമായി പ്രായോജകർക്ക് നന്ദി. കപ്പ് വിയപുരം കപ്പ് ഉയർത്തുന്ന സ്കേൻ അവിടെ കപ്പ് ഉയർത്തുന്നു. ആ മനോഹരമായ സുവർണ്ണ നിമിഷത്തിലേക്ക് പ്രേക്ഷകരുടെ ശ്രദ്ധ ഞങ്ങൾ ക്ഷണിക്കുന്നു. ആ കപ്പ് കിട്ടട്ടെ. അവരുടെ ഹൃദയം നിറയുന്നുണ്ട്, അവരുടെ കണ്ണ് നിറയുന്നുണ്ട്. നമ്മുടെ മനീഷ് മഹിബാൽ ചേർന്നുണ്ട്. മനീഷ്, ഈ കപ്പ് ഉയർത്തൽ അവരുടെ എന്താണ്, അവരുടെ ഹൃദയത്തോട് ചേർന്നുള്ള കപ്പാണ്. ഈ കപ്പ് അവർക്ക് എല്ലാ കാലത്തെയും, ഒരുപക്ഷെ ഇനിയും അവർ കപ്പുകൾ കിട്ടിയാലും ഈ കപ്പ് അവർക്കൊരു സ്പെഷ്യൽ കപ്പാണ്. അതിന് കാരണം പോയ വലിയ പരാജയം എന്ന് പറഞ്ഞാൽ 0.0005 എന്ന വലിയ പരാജയത്തിന്റെ കയ്പ് ഈ വർഷങ്ങൾ അത്രയും അവർ കുടിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. ആ കയ്പ് ഇന്ന് മധുരമായി മാറി. മനീഷ്, ഹാഷ്മി, അവരുടെ ജയം ഏതെങ്കിലും മൈക്രോ സെക്കൻഡുകൾക്കല്ല, വ്യക്തമായ വള്ളപ്പാടുകൾക്കാണ് VBC ജയിച്ചത് എന്ന മധുര പ്രതികാരം ഇവിടെയുണ്ട്. ഇതാ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ നെഹ്റുവിന്റെ ഒപ്പ് പതിഞ്ഞ ആ വെള്ളിക്കപ്പുമായി തിരികെ വിയപുരത്തേക്ക് അല്ലെങ്കിൽ ആ ക്ലബിന്റെ നാടായ കൈനഗരിയിലേക്ക് എത്തുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു ആത്മവിശ്വാസം അല്ലെങ്കിൽ ആത്മനിർവൃതി, അതൊരു മധുര പ്രതികാരത്തിലേക്ക് അപ്പുറത്തെ ഒരു അഭിമാനത്തിന്റെ നിമിഷമാണ്. അത് സാധാരണ ഏതെങ്കിലും ഒരു ക്ലബിനോ ഒരു ചുണ്ടനോ ഈ നെഹ്റു ട്രോഫി കപ്പ് ലഭിക്കുന്നത് പോലെയല്ല. കഴിഞ്ഞ തവണ അവർക്കുണ്ടാക്കിയ നിരാശ അത്രത്തോളം ആഴമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വ്യക്തമായ വള്ളപ്പാടുകൾക്ക്, വ്യക്തമായ കുഴപ്പാടുകൾക്ക് പിന്നിലാക്കിക്കൊണ്ടായിരുന്നു അവർ വിജയം കരസ്ഥമാക്കിയത്. ഒപ്പം തന്നെ അവരുടെ എതിരാളി BBC പള്ളാത്തുരുത്തിയ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളി എന്ന പ്രത്യേകത കൂടിയുണ്ട്. ഇതാ ഇപ്പോൾ ജൂറിയുടെ ഒരു തീരുമാനം വന്നിട്ടുണ്ട്. 1ാം സ്ഥാനം വില്ലേജ് ബോട്ട് ക്ലബ് എന്ന ഔദ്യോഗിക പ്രഖ്യാപനം വന്നെങ്കിലും 2, 3, 4 സ്ഥാനം നിലവിൽ പ്രഖ്യാപിക്കുന്നില്ല. കാരണം നടുഭാഗം ചുണ്ടനെതിരെ പരാതി വന്ന സാഹചര്യത്തിലാണ് നിലവിൽ ഈ അതായത് 2, 3, 4 സ്ഥാനം ജൂറിയുടെ പ്രത്യേക പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ഡിക്ലെയർ ചെയ്യുകയുള്ളൂ. നടുഭാഗം ചുണ്ടനിൽ 25%-ലധികം പ്രൊഫഷണൽ തുഴച്ചിലുകാർ, അതായത് ഇതര സംസ്ഥാനം എത്തിച്ചുകൊണ്ടുള്ള പ്രൊഫഷണൽ തുഴച്ചിലുകാരെ പങ്കെടുപ്പിച്ചു എന്ന പരാതി നിരണം BBC ചുണ്ടനിൽ നൽകിയ സാഹചര്യത്തിലാണ് 2, 3, 4 സ്ഥാനം പ്രഖ്യാപനം നിലവിൽ വൈകുന്നത്. ഇതാ ദൃശ്യങ്ങളിൽ കാണുന്നു, അവർ വിയപുരത്തേക്ക് ആ വെള്ളിക്കപ്പുമായി പോകുന്നു, അതിൽ ചുംബിക്കുന്നു. അങ്ങനെ ആയിരക്കണക്കിന് ആളുകൾ ആ കരയിൽ ആർത്ത് വിളിക്കുകയായിരിക്കും ഇപ്പോൾ ഈ കപ്പ് അവരുടെ നാട്ടിലേക്ക് എത്തുന്നത് കണ്ട്. നാളെ അവർ പമ്പാ നദിയിലൂടെ ഇതേ കപ്പുമായി പോകുന്ന കാഴ്ച, ആ ദൃശ്യങ്ങൾ കൂടി കാണേണ്ടതാണ്. അത്രയും മനോഹരമായിരിക്കും ആ നാടിന്റെ ആത്മവിശ്വാസവും ആ നാടിന്റെ കരുത്തുമാണ് ഇവിടെ ഈ തുഴപ്പാടിൽ കണ്ടത്. അവരുടെ ആ ഒരു ആത്മവീര്യം തന്നെ, കാരണം കഴിഞ്ഞ വർഷത്തെ ആ നിരാശയുടെ ആത്മവീര്യം അവരുടെ ധമനികൾ ഉണ്ടായിരുന്നു, അവരുടെ രക്തത്തിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കൃത്യമായ പരിശീലനവും വ്രതവും ഒക്കെ തന്നെ എടുത്തുകൊണ്ട് അങ്ങനെ വില്ലേജ് ക്ലബ്ബ് കുട്ടനാടിന്റെ മാനസപുത്രൻ ഈ പുന്നമടയിലേക്ക് എത്തുമ്പോൾ അവരുടെ ഉള്ളിൽ വിജയം മാത്രം എന്ന ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നുള്ളൂ. എന്താണെങ്കിലും ഇപ്പോൾ ആ വെള്ളിക്കപ്പുമായി അവർ പോകുന്നത് നമുക്ക് കാണാം. സെക്കൻഡില്ല നിലവിലാണ് പോയത്. സൂപ്പർ ഞങ്ങൾ ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയിൽ ജലരാജാവായിരിക്കുന്നു വിയപുരം ചുണ്ടൻ. ഒരു മധുര പ്രതികാരം ആണ് നമ്മളിവിടെ കാണുന്നത്. കഴിഞ്ഞ തവണ മൈക്രോ സെക്കൻഡിന് കൈവിട്ടുപോയ കപ്പ് ഇത്തവണ വ്യക്തമായ വള്ളപ്പാടുകളുടെ അകലത്തിൽ അവർക്ക് തിരിച്ചെടുക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള ഏറ്റവും അഭിമാനകരമായൊരു മുഹൂർത്തം അതാണിപ്പോൾ നമ്മൾ
കാണുന്നത് കൈനകരിയുടെ മധുര പ്രതികാരത്തിന്റെ കഥ. അത് നമ്മൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. 2ാം സ്ഥാനത്താണ് നടുഭാഗം ചുണ്ടൻ ഫിനിഷ് ചെയ്തത്. പക്ഷേ അത് ഔദ്യോഗികമായി തന്നെ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടില്ല. 2ഉം 3ഉം സ്ഥാനങ്ങൾ ആർക്ക് എന്നത് ചില തർക്കങ്ങളുള്ളതിനെ തുടർന്ന് പ്രഖ്യാപിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനമായി. 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയിൽ ജലരാജാവായിരിക്കുന്നു വിയ്യപുരം ചുണ്ടൻ എന്നതാണ് കൈനഗിരി വില്ലേജ് ബോട്ട് ക്ലബിന്റെ വിയ്യപുരം ചുണ്ടൻ. കഴിഞ്ഞ തവണ അവർക്ക് കപ്പിനും ചുണ്ടിനുമിടയിൽ വെച്ച് നഷ്ടപ്പെട്ടു പോയ കപ്പ് ഇത്തവണ അവർ തിരിച്ചു പിടിച്ചിരിക്കുന്നു എന്നതാണ്. ഒന്നാമതെത്തിയിരിക്കുന്നു. ബൈജു കുട്ടനാട് എന്ന ക്യാപ്റ്റന്റെ നേതൃത്വത്തിൽ അവർ കഴിഞ്ഞ എത്രയോ കാലങ്ങളായി കഠിന പ്രയത്നത്തിലായിരുന്നു. ഇപ്പോൾ അഭിമാനകരമായ കപ്പുമായി അവർ തിരികെ മടങ്ങുകയാണ്. ഇപ്പോൾ ആ സന്തോഷം ആഹ്ലാദമൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 4 പ്രധാനപ്പെട്ട ചുണ്ടന്മാരാണ് ഈ മത്സരത്തിലുണ്ടായിരുന്നത്. അതിൽ നടുഭാഗം ചുണ്ടനുണ്ടായിരുന്നു. കൂടാതെ നിരണം, മേൽപ്പാടം, ഒപ്പം വിയ്യപുരം, ഈ ചുണ്ടൻ വള്ളങ്ങളാണ് ഇന്ന് ഫൈനലിൽ ഏറ്റുമുട്ടിയത്. ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ച കണക്ക് തീർത്തിരിക്കുന്നു വിയ്യപുരം ചുണ്ടൻ എന്നുള്ളതാണ്. അഭിമാന നിമിഷമാണ് വിയ്യപുരം കൈനഗിരി വില്ലേജ് ബോട്ട് ക്ലബിന് ഇത്. അവർ ഈ നിമിഷം തന്നെയാണ് അവർ പ്രതീക്ഷിച്ചിരുന്നത്. ഈ നിമിഷത്തിനായുള്ള കാത്തിരിപ്പായിരുന്നു കഴിഞ്ഞ എത്രയോ നാളുകളായി അവരുടെ കഠിന പ്രയത്നത്തിന് പിന്നിലൊക്കെ അവർ ഉണ്ടായിരുന്നത്. ഈ ഒരൊറ്റ ലക്ഷ്യമായിരുന്നു. ആ ലക്ഷ്യം അവർ ഇപ്പോൾ കൈവരിച്ചിരിക്കുന്നു. കൈനഗരി കപ്പ് നേടിയിരിക്കുന്നു. ജലരാജാവായിരിക്കുന്നു വിയ്യപുരം എന്നതാണ്. അവർ ഏറ്റവും അർഹിച്ച ഒരു വിജയം തന്നെയാണ് അവർക്ക് നേടിയിരിക്കുന്നത്. 6ാം ഹീറ്റ്സിലാണ് നേരത്തെ മുന്നിലെത്തി വിയ്യപുരത്തിന്റെ ഫൈനൽ പ്രവേശമുണ്ടായത്. മേൽപ്പാടമാകട്ടെ 3ാം ഹീറ്റ്സിൽ ഒന്നാമതെത്തി. പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് ഇത്തവണ അവർ 3ാം സ്ഥാനത്തേക്ക് മാറിയിട്ടുണ്ട്. പക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ 2ഉം 3ഉം സ്ഥാനങ്ങളൊന്നും ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല. ചില പരാതികൾ ഉയർന്നിട്ടുണ്ട്. നടുഭാഗവുമായി ബന്ധപ്പെട്ട് ചില പരാതികൾ ഉയർന്നിട്ടുണ്ട്. ഇതര സംസ്ഥാന തൊഴിലാളികളാണ് അതിൽ കൂടുതൽ ഉണ്ടായിരുന്നതെന്ന പരാതി. അതൊക്കെ പരിശോധിച്ചാകാം ഒരുപക്ഷെ ഔദ്യോഗികമായി ഫലപ്രഖ്യാപനം ഉണ്ടാകാം. മനീഷ് മഹിപാലുണ്ട്. മനീഷ്, അങ്ങനെ ഒരു കണക്ക് തീർക്കലാണ് നമ്മളിവിടെ കണ്ടതും. അതും ചെറിയ സെക്കൻഡുകൾ അല്ലെങ്കിൽ മൈക്രോ സെക്കൻഡിന്റെ വ്യത്യാസത്തിലൊന്നും അല്ല. നേരത്തെ മനീഷ് പറഞ്ഞതുപോലെ വ്യക്തമായൊരു വിജയം, വ്യക്തമായ മേൽക്കൈ തന്നെ നേടിക്കൊണ്ട് വില്ലേജ് ബോട്ട് ക്ലബിന്റെ വിയ്യപുരം ജലരാജാവായി മാറിയിരിക്കുന്നു. മനീഷ്, പ്രവിത, അവർ ആദ്യത്തെ മത്സരത്തിൽ തന്നെ മാറ്റുരച്ചത് മാസ്മരികമായ പോരാട്ടം നടത്തിക്കൊണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വെടിക്കെട്ട് നടത്തും, ഞങ്ങൾ ഇവിടെ വെടിക്കെട്ട് നടത്തുമെന്ന് ആദ്യം പ്രഖ്യാപിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ മധുര പ്രതികാരത്തിനപ്പുറത്തേക്ക് ഒരു അഭിമാന പോരാട്ടമായിരുന്നു BBC-ക്ക്. അത് മൈക്രോ സെക്കൻഡുകൾക്കല്ല, പ്രവിധ സൂചിപ്പിച്ചതുപോലെ തന്നെ വ്യക്തമായ വെള്ളപ്പാടുകൾ അല്ലെങ്കിൽ തുഴപ്പാടുകൾക്ക് അവർ വിജയിച്ചു വന്ന് കയറുമ്പോൾ ഒരു നാട് മുഴുവനാണ് സന്തോഷിക്കുന്നത്. അത് മറ്റൊരു വിജയം, അതായത് ഒരു ഇരട്ട റെക്കോർഡ് ഇടാൻ വെച്ച പള്ളാത്തുരുത്തിയുടെ നീക്കത്തിന് കൂടെയാണ് ഇവിടെ പ്രഹരമേൽക്കുന്നത്. അങ്ങനെ പള്ളാത്തുരുത്തിയെ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളിക്കൊണ്ടാണ് കുട്ടനാടിന്റെ മാനസപുത്രൻ വില്ലേജ് ബോട്ട് ക്ലബ്ബ് വിയ്യപുരം ചുണ്ടനെ ചിറകിലേറ്റി പുന്നമടയുടെ വിരിമാറിൽ ഇങ്ങനെ ഈ നെഹ്റുവിന്റെ ഒപ്പ് പതിഞ്ഞ വെള്ളിക്കപ്പുമായി ഇനി അവരുടെ നാട്ടിലേക്ക് തിരിച്ചു മടങ്ങുക. അതുകൊണ്ട് ആവേശഭരിതമാണ് പുന്നമട ഇപ്പോൾ. വില്ലേജ് ബോട്ട് ക്ലബ്ബുകാരുടെ ആവേശഭരിതമായ ആ കാഴ്ച അത് കാണേണ്ടത് തന്നെയാണ്.